പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. ഹൈബീഡൻ MLA നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. നിലവിലെ ഒറ്റമുറി വീടിന്റെ മുന്നിലായാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. ഏട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു വീടെന്നും എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നെന്നും കൃപേഷിന്റെ സഹോദരി പറഞ്ഞു. എപ്പോഴും പറഞ്ഞുകൊടുക്കും, വീട് കെട്ടണ്ടേ നമുക്ക്, ഞാൻ ദുബായി പോയിട്ട് വീട് കെട്ടാം. ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകുന്നതിന് മുന്നേ കൊലക്കത്തിക്കിരയായി. ഡേഡിനെല്ലാം കാണുന്നുണ്ടാവും, ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. കൃപേഷ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ സ്ഥലത്തെത്തിയപ്പോഴാണ് ഹൈബീഡൻ MLA കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വാഗ്ദാനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മുഴുവൻ പണികളും പൂർത്തിയാക്കി വാസയോഗ്യമാക്കുന്ന തരത്തിലാണ് വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കൃപേഷിന്റെ ഏകദേശം 10-100 പരം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരൊക്കെ ഇതിന്റെ പണികളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൃപേഷിന്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഈ കുടുംബത്തെ അവന്റെ ആഗ്രഹപ്രകാരം ഇതിനെ കയറി താമസിപ്പിക്കുക എന്നുള്ള വലിയ ഒരു ജോലിയിൽ വ്യാപൃതരായിരിക്കുകയാണ്. 2 വർഷത്തിനുള്ളിൽ വീട് നിർമ്മിക്കണമെന്നതായിരുന്നു കൃപേഷിന്റെ ആഗ്രഹമെന്നും സ്വപ്നങ്ങൾ പൂർത്തിയാകുമ്പോൾ അത് കാണാൻ അവനില്ലെന്ന വിഷമം മാത്രമാണുള്ളതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ചെയ്തവരും ചെയ്യിപ്പിച്ചവരും എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ട്. നമുക്കിതുവരെ ശരിയായ ഒരു നീതി കിട്ടിയിട്ടില്ല. ഇത് CBI അന്വേഷണം വന്നാൽ ഞങ്ങൾക്ക് നീതി കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കൃപേഷിന്റെ ഏറ്റവും വലിയ സ്വപ്നം പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ഏറെ ആഘോഷത്തോടെ പുതിയ വീട്ടിലേക്ക് താമസം മാറേണ്ട കുടുംബം കണ്ണീരോടെയാണ് സ്വപ്നഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്.